അമേരിക്കൻ്റെ കിളി പോയി മക്കളെ. എന്താ അറിയോ, അറബ് രാജ്യങ്ങൾ മൊത്തമായിട്ട് എല്ലാ രാജ്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ പരിസരത്ത് വെച്ചിട്ടും ഞങ്ങളുടെ സ്ഥലത്ത് വെച്ചിട്ടും ഇറാൻ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു പറച്ചിലെ മുതൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ കാര്യങ്ങളെ ഗൗരവം മനസ്സിലായെന്നുള്ളതാണ്. കാരണം ഇറാനെ സംബന്ധിച്ചോളം ശരിക്കും അറിയാം ബാക്കി രാജ്യങ്ങൾ, ഈ സൗദി ആകട്ടെ ഖത്തർ ആകട്ടെ വേറെ എല്ലാ രാജ്യത്തിനും അറിയാം. ശരിക്കും ഓരോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അതെന്താ അറിയുക, 8 പണി കൊടുത്താൽ 36 പണി തിരിച്ചിരുന്നവർക്കറിയാം. 8 പണി കിട്ടുന്ന അറിയാതെ കൊണ്ട് തന്നെ ആയിരിക്കും. അത് ചിലപ്പോൾ എന്താ പറയുക, ഇറാനുള്ള സ്നേഹം കൊണ്ടായിരുന്നു അയക്കില്ല, ചിലപ്പോൾ സ്നേഹം കൊണ്ടും ആവാം, അതൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും അമേരിക്കക്ക് 8 പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, പറഞ്ഞെന്തറിയോ, പിന്നെ അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞതറിയോ, ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല, അത് ഞങ്ങൾ സമ്മതിക്കില്ല, സമാധാനമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുക, അല്ലാണ്ട് വേറെ രൂപത്തിൽ കാര്യം നീക്കില്ല, ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ അറിയോ, നെഹന്യാഹു, ഇസ്രായേൽ പ്രസിഡന്റ് നെഹന്യാഹുവിൻ്റെ വാക്കും അവൻ്റെ കൂട്ടാളികളും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ അറിയോ, ഈ കപ്പലൊക്കെ നേരെ ഇടയ്ക്ക് പോവും, ഏത് ഇസ്രായേൽ തീരത്തേക്ക് പോയി അവിടുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ, അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ ഇപ്പം ഇവർക്ക് അമേരിക്കയെ സംബന്ധിച്ചോളം ഗൾഫ് രാജ്യങ്ങളുടെ സമ്മതമല്ലാതെ ഇറാനിലേക്ക് ഇറാനിലേക്ക് ഒരു അടി അടിക്കാൻ കഴിയില്ല. 100% സത്യമാണ്. ഇറാനിലേക്ക് അടിക്കണ ഗൾഫ് രാജ്യങ്ങളെ സപ്പോർട്ട് വേണം. അതായത് എന്നറിയോ, ഒരു കരാവട്ടെ കടലാവട്ടെ ഇന്ന സ്ഥലത്ത് വരെ ഇന്ന രാജ്യത്തിൻ്റെതായിരിക്കും, അത് കഴിഞ്ഞാൽ വേറെ രാജ്യത്തിൻ്റെ ആയിരിക്കും. ഓരോ സമ്മതമല്ലാണ്ട് അവിടെ പോയി അടിക്കാൻ പറ്റില്ല. അങ്ങനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുക മറ്റേ രാജ്യങ്ങൾ അമേരിക്ക വെറുതെ വിടില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നെഹന്യാഹുവിൻ്റെ ഒരു വാക്ക് മാത്രം, ബാക്കി എല്ലാ രാജ്യവും പിന്മാറി ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി തുറന്ന് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ കുറഞ്ഞൊരു 10 മിനിറ്റ് ആയിട്ടുള്ളത് പറഞ്ഞിട്ട് അത് പറഞ്ഞെങ്ങാന് പോവുകയും ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിന് അടിക്കെങ്കിൽ മാത്രമേ അടിക്കൂ, ഒന്നും സംഭവിക്കൂലേ. എന്താ അറിയോ, ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും സമാധാനമായിട്ട് അറിയാൻ പോവും. ആ എബ്രഹാം ലിങ്കനും ബാക്കി വെറുതെ ഡീസൽ പൈസ ചിലവാക്കിയതല്ലാണ്ട് ഒരു ചായം ചോറത്തൊന്ന് പോകേണ്ടിയില്ല, അല്ലാണ്ട് വന്ന് പറയാം നാളെ കുപ്പിയും കുടിയും കൂറയും കുടിക്കുന്നുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഏതൊരു ആവേശത്തിൽ പോകുന്നതാ അമേരിക്കൻ പ്രസിഡന്റ്, ഞാനിപ്പോൾ ശരിയാക്കി തരാൻ പറഞ്ഞാൽ കുപ്പിയും കുടിയും കൂറയും കുടിക്കും, അതാ പറയേണ്ട അവസ്ഥ. ഇപ്പോൾ കുപ്പാൻ പറ്റുന്നില്ല, മതി ചേർക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അറിയൂ, ഇപ്പോഴത്തെ ഇറാനായിപ്പോയി, അതുകൊണ്ടാണ് പ്രശ്നം. വേറെ ഏതോ രാജ്യമാണെന്നുണ്ടല്ലോ തമർത്തി ഉണ്ടാവും കേട്ടോ. വേറെ ഏതോ രാജ്യമാണ് തമർത്തിലുണ്ടാവും അമേരിക്ക, ഉറപ്പാ. ഇറാൻ ആയതുകൊണ്ട് മാത്രമാണ്. കാരണം അറിയാം, ഇറാന് ഒരു സിംഹം തന്നെ, ആ സിംഹം. ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് കേൾക്കാനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അയക്കാനൊന്നും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.